ഹലോ ഹായ് എല്ലാവർക്കും ലേണുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 8ലെ മാരത്തോൺ MCQ പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓരോ ഭാഗത്തും 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പറയാം. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യുക. വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഗേജ് ഫാക്ടർ എന്നാണ് കേട്ടോ. എ സ്ട്രെയിൻ ഗേജ് ഹാസ് എ ഗേജ് ഫാക്ടർ ഓഫ് 2.5 and a nominal resistance of 120 ohm. If strain applied is 400 micro epsilon, what is delta R എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സ്ട്രെയിൻ ഗേജിന് 2.5 ഗേജ് ഫാക്ടർ ആണ് കൊടുത്തിട്ടുള്ളത്. നോമിനൽ റെസിസ്റ്റൻസ് 120 ഓം ആണ്. സ്ട്രെയിൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് 400 മൈക്രോ. ഈ മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 ആണ്. ഡെൽറ്റ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്ക് അറിയാം, ഈ സ്ട്രെയിൻ ഗേജ് വിത്ത് ഗേജ് ഫാക്ടർ ഓഫ് 2.5 ആൻഡ് നോമിനൽ റെസിസ്റ്റൻസ് 120 ഓം ഉണ്ടെങ്കിൽ അതൊരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എക്സ്പീരിയൻസ് ചെയ്യും, വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ അപ്ലൈ ടു ഇറ്റ്. അല്ലെ, ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന് അപ്ലൈ ചെയ്യുന്ന സ്ട്രെയിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാര്യം എന്താണ് നമുക്ക് അറിയാലോ. എന്താണ് അതെങ്ങനെയാണ് ഡെൽറ്റ ആർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? GF ഇൻറ്റു ആർ ഇൻറ്റു എപ്സിലോൺ ആണ്. അപ്പൊ അത് നമുക്ക് ഡെൽറ്റ ആർ കാണാനായിട്ട് പറ്റില്ല. ഡെൽറ്റ ആറിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ ആർ അല്ലേ. അല്ല മക്കളെ, എന്താണ് ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് സ്ട്രെയിൻ ഗേജ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ് സെൻസിറ്റിവിറ്റി. ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെയിൻ ഗേജിന്റെ സെൻസിറ്റിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലെ. അതെങ്ങനെയാണ് അതിന്റെ റേഷ്യോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു ദ ചേഞ്ച് ഇൻ സ്ട്രെയിൻ. ദാറ്റ് ഇസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ r by delta L by L. That is change in resistance to the mechanical strain or change in strain. അല്ലെ, അപ്പോൾ ഇതില് ഏതാണ് ആൻസർ എന്ന് കൊടുത്തത്? ഏതാണ് ആൻസർ? A strain gauge has a gauge factor of 2.5 and nominal resistance of 120 ohm. If strain applied is 400 micro epsilon, what is delta R? 0.12 ohm ആണോ, 0.10 ohm ആണോ, 0.15 ohm ആണോ, 0.18 ohm ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? ചെയ്ത് നോക്കൂ, ഏതാണ് കിട്ടിയത്? Right answer is option A. Delta R is equal to GF into epsilon into R. GF എത്രയാണ്? ഗേജ് ഫാക്ടർ 2.5 എന്ന് തന്നിട്ടുണ്ട്. ഇനി എപ്സിലോൺ എത്ര തന്നിട്ടുണ്ട്? സ്ട്രെയിൻ എത്ര തന്നിരിക്കുന്നത്? സ്ട്രെയിൻ is represented by the symbol epsilon, right? So the strain is applied is 400 മൈക്രോ എപ്സിലോൺ ആണ്, മൈക്രോ ആണ്. അപ്പൊ 10⁻⁻6 കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്? ആറ് തന്നിട്ടില്ലേ? ഓം എവിടെയാണ്? 120 തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എത്ര കിട്ടും? 0.12 ഓം എന്ന് ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. GF into epsilon into R is equal to delta R 2.5 into 400 into 10⁻⁻6 into 120 is equal to 0.12 ohm is the right answer. The right answer is option A. Okay അല്ലേ? അടുത്ത ചോദ്യം. A capacitive sensor has a plate area of 4 cm square, spacing 0.4 mm, and a dielectric constant of 2. Calculate the capacitance ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്സിലോൺ 0 നമുക്കറിയാം തന്നിട്ടുണ്ട്. 8.854 into 10⁻⁻12 ആണ് തന്നിട്ടുള്ളത് കേട്ടോ. എപ്സിലോൺ 0 ഇതിലെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1.77 pf, ഓപ്ഷൻ ബി 1.77 NF, option C 0.88 pf, option D 0.44 pf. The right answer എന്താണ്? കണ്ടുപിടിക്കൂ. എന്താണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ആണ്. സോ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു എ ബൈ ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. എ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഡി ഇസ് ഈക്വൽ ടു 0.4. എ തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട് അല്ലെ. 4 ഇൻറ്റു 10⁻⁴ ആൻഡ് ബി 0.4 into 10⁻⁻3. C is equal to 8.854 into 10⁻⁻12 into 4 to 10⁻⁻4 by 0.4 into 10⁻⁻3 is equal to, is approximately is equal to 1.77 pf. Is the right answer is option A is the right answer. Okay. മൂന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? എ ലോഡ് സെൽ ഗിവ്സ് 3 millivolt per volt at 1000 N. എന്ന് പറയുമ്പോൾ ന്യൂട്ടൺസ് ആണ് അല്ലെ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ 3 millivolt ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ എവറി 1000 newtons ഓഫ് ഫോഴ്സ് അപ്ലൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. വിത്ത് 10 volt എക്സൈറ്റേഷൻ ആൻഡ് 2.25 millivolt ഔട്ട്പുട്ട്, വാട്ട് ഈസ് ദ അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ millivolt per volt റെപ്രസെന്റ് ചെയ്യുന്നത് ലോഡ് സെൽസിന്റെ സെൻസിറ്റിവിറ്റി ആണ്. It signifies how much the output voltage changes for every volt of
excitation voltage applied per unit of force. In this case 1000 N ആണ്. Okay. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ 250 N തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി 500 N തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി 750 N തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി 900 N. The right answer is ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 750 N ആണ്. ഓക്കെ, 3 millivolt per volt into 10 volt is equal to 30 millivolt, which is equal to 0.075. 0.075 into 1000 എത്രയാണ്? 750 N എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. A thermocouple outputs 75 microvolt per degree Celsius. What is the voltage for a 20 degree Celsius difference എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിട്ടുണ്ട് 1.5 millivolt, ഓപ്ഷൻ ബി 0.15 millivolt, ഓപ്ഷൻ സി 15 millivolt, ഓപ്ഷൻ ഡി 150 millivolt. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. വി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. വോൾട്ടേജ് ഫോർ എ 20 degree Celsius difference ആണ്. V is equal to 75 microvolt per degree Celsius into 20 ചെയ്യുന്നു. എത്ര കിട്ടി? 1500 microvolt, which is equal to 1.5 millivolts. So the right answer is option A. Okay. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. A piezo sensor with sensitivity 3 pc per n is connected to a 15 picofarad amplifier. What voltage is developed at 30 n എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 6 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി 4 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി 3 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി 2 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. The right answer is option A ആണ്. So Q is equal to 3 into 30, which is equal to 90 pc. So V is equal to Q by C. Substitute ചെയ്യുന്നു. 90 into 10 raised to minus 12 by 15 into 10 raised to minus 12, which is equal to 6 volts. So the right answer is option A, 6 volt. Okay. അടുത്ത ചോദ്യം ഹോൾ എഫക്റ്റിന്റെ ചോദ്യമാണ് അല്ലെ. എ ഹോൾ എഫക്ട് സെൻസർ ഔട്ട്പുട്ട് 60 millivolt in 0.15 T field. What is its sensitivity എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 300 millivolt per T, ഓപ്ഷൻ ബി 400 millivolt, ഓപ്ഷൻ സി 500 millivolt, ഓപ്ഷൻ ഡി 600 millivolt. The right answer എന്താണ്? ഓപ്ഷൻ ബി ആണ്. സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്? 60 millivolt per 0.15, which is equal to 400 millivolt per T, which is equal to, the right answer is option B, 400 millivolt per T. Okay. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണ്. A displacement sensor has a linear range of 0 to 5 mm and output of 0 to 10 volt. What is the sensitivity in voltage per mm എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? 1 തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 0.5, ഓപ്ഷൻ ഡി 10. ഏതാണ്? The right answer is option B ആണ്. സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്? 10 volt per 5 mm, which is equal to 2. Okay. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എട്ടാമത്തെ ചോദ്യം. An RTD has a resistance of 100 ohm at 0 degree Celsius. RTD എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആണ്. അതെന്താ സംഭവം? It's a type of temperature sensor that utilizes the change in electrical resistance of a metal wire with the temperature to measure temperature. That is resistance temperature detector. Okay, എന്താണ് പറയുന്നത്? അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ വേരിയേഷന്റെ ബേസിസിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത് RTD എന്ന് പറയുന്നത് അല്ലെ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. സോ അതിന്റെ ബേസിസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. RTD ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 100 ohm at 0 degree Celsius. Its resistance is 80 degree Celsius is 130.8 ohm. What is its alpha? That is temperature coefficient ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 0.0035, ഓപ്ഷൻ ബി 0.00385 per degree Celsius, ഓപ്ഷൻ സി 0.004 per degree Celsius, option D 0.0045 per degree Celsius. The right answer is option B ആണ് ട്ടോ. B ആണ്. എന്താണ്? ഓപ്ഷൻ ബി 0.00385 per degree Celsius എന്നുള്ളതാണ് ആൻസർ. നമുക്കറിയാം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് RT is equal to R0 1 plus alpha T ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 0.00385 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം. A capacitive sensor changes from 12 picofarad to 18 picofarad for a 3 mm displacement. What is its sensitivity എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, 6/3, which is equal to 2. ഓക്കെ, അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യമാണ്.
വീണ്ടും ഗേജ് ഫാക്ടർ എന്നാണ് അല്ലെ. എ സ്ട്രെയിൻ ഗേജ് ഹാസ് എ ഗേജ് ഫാക്ടർ 2 ആൻഡ് ഈസ് സബ്ജക്റ്റഡ് ടു 750 മൈക്രോ എപ്സിലോൺ. വാട്ട് ഈസ് ഇറ്റ്സ് പെർസെന്റേജ് ഇൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 0.075, ഓപ്ഷൻ ബി 0.15, ഓപ്ഷൻ സി 0.3%, ഓപ്ഷൻ ഡി 0.5%. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. പെർസെന്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് GF into strain into 100 which is equal to 0.15%. ഓക്കെ, അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.